ഖത്തറിൽ നിന്ന് അമേരിക്ക പിന്മാറി തുടങ്ങി. ഇതോടെ അറേബ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയുടെ സാന്നിധ്യം കുറഞ്ഞു വരികയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നു. സർവാധിപത്യം അറേബ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തും അമേരിക്കയുടെ താല്പര്യങ്ങളും അതിനനുസരിച്ചുള്ള സമീപന പ്രവൃത്തിയാണ് എല്ലാ കാലത്തും അവർ ചെയ്യാറുള്ളത്. ഇതിനെ ശക്തമായി അല്ലെങ്കിൽ നഖശികാന്തം എതിർക്കുന്ന ഭൂമിയിലെ ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് മാത്രമാണ്. അവരല്ലാത്ത മറ്റെല്ലാ രാജ്യവും ഇതിന് സപ്പോർട്ടാണ്. അറേബ്യൻ രാജ്യങ്ങളും സപ്പോർട്ടാണ്. ഹുദൈദ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക അവരുടെ സൈനിക വിന്യാസം ആരംഭിച്ചിട്ട് ഏകദേശം 50 വർഷത്തെ എങ്കിലും പഴക്കമുണ്ട് എന്നുള്ളതാണ്. ചില റിപ്പോർട്ടിനകത്ത് 28 വർഷം എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു. പക്ഷേ അതിന് മുൻപേ ഉണ്ടായിരുന്നു. പിന്നീട് ഘട്ടം ഘട്ടമായി അതിനെ വിപുലീകരിക്കുകയും കൂടുതൽ സൈനിക സംവിധാനങ്ങളെ ഇറക്കുകയും പിന്നീട് കൂടുതൽ രാജ്യങ്ങളിലേക്ക് അതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന വ്യത്യസ്ത രീതികളും പ്രവർത്തനങ്ങളുമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക നടത്തി വന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് പിടുത്തം വിട്ടുപോവുകയാണ് അമേരിക്കക്ക്. കാര്യം രാജ്യത്തിൻ്റെ അകത്തു നിന്ന് തന്നെ എതിർപ്പ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. അത് ഇതുവരെ ചരിത്രത്തിൽ ഇന്ന് വരെ അമേരിക്കയ്ക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. ലോങ് റേഞ്ച് റഡാർ സംവിധാനം കൂട്ടത്തോടു കൂടി ഇറാൻ നശിപ്പിച്ചതോടുകൂടി ഇവരുടെ ആയുധ സംവിധാന കാര്യങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അഥവാ ഏതെങ്കിലും മേഖലയിൽ നിന്ന് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആക്രമ രീതി വരികയാണെങ്കിൽ ഏകദേശം 100 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഭാഗങ്ങളിൽ നിന്ന് റഡാർ അത് പിടിച്ചെടുക്കുകയും അത് വേണ്ടപ്പെട്ടവർക്ക് അത് എത്തിച്ചു നൽകുകയും ചെയ്യും. അതായത് അതിൻ്റെ പ്രത്യേകമായിരിക്കുന്ന മിനിസ്ട്രി ഇൻഫർമേഷൻ സെൻറ്ററിൽ അത് കിട്ടുകയും ഈ മിസൈൽ സംവിധാനത്തെ വളരെ പെട്ടെന്ന് തന്നെ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെ പറയുന്ന സമയത്ത് എന്നാൽ ഈ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ആക്രമണം ഏതെങ്കിലും കാലത്ത് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇറാനുമായിട്ട് ഈ സംഘർഷ വിഷയങ്ങൾ നിലനിൽക്കുന്നതിന് മുൻപ് ഇത്തരം ഒരു സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവരുടെ നേരെ വന്ന് അവരത് പ്രതിരോധിക്കുക അങ്ങനത്തെ സംഭവങ്ങളെ ഉണ്ടായിട്ടില്ല. അപ്രതീക്ഷിതമായി 2025 ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതോട് കൂടി തുടങ്ങിയിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ് ഈ മേഖല സുരക്ഷിത ഇടമല്ലാതെ ആവുന്നത്. അപ്പോൾ ലോങ് റേഞ്ച് റഡാർ സംവിധാനത്തിൻ്റെ മെഷീനറി പ്രവർത്തിക്കുന്ന ഏരിയകൾ അപ്പാടെ ചുട്ട് ചാമ്പലാക്കി എന്നുള്ളതാണ് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം ഭൂമി കത്തിക്കരിയുന്ന രീതിയിലുള്ള മിസൈലുകളാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ പരീക്ഷിച്ചത്. ഞങ്ങളതിൽ വിജയിക്കുകയും ചെയ്തു. ഈ ഖത്തറിലുള്ള ഈ ഉദൈദ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള യുദ്ധ സംവിധാനങ്ങൾ, അത് യുദ്ധ വിമാനങ്ങളുണ്ട്, യുദ്ധ കപ്പലുകളുണ്ട്, കവചിത വാഹനങ്ങളുണ്ട്, ടാങ്കുകളുണ്ട്, മോട്ടോർ സംവിധാനങ്ങളുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള മിസൈൽ സംവിധാനവും അതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഇതിൽ കൂട്ടത്തോടെ ഒഴിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഘട്ടം ഘട്ടമായിട്ടുള്ള ഒഴിപ്പിക്കലിൻ്റെ പ്രാഥമിക പ്രവർത്തനം ആരംഭിച്ചു. ഇത് എത്തിക്കുന്നത് ജോർദാനിലേക്കാണ്. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ജോർദാനിലേക്ക് 24 മണിക്കൂറും എന്ന തരത്തിൽ പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആകാശം, കരം, നാവിക, അത് കടൽ മേഖല ഉപയോഗിച്ചെല്ലാം എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. റൂട്ട് പാതയെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട് സമയകാര്യത്തെക്കുറിച്ചോ ഇപ്പോഴും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. കാര്യം അതീവ രഹസ്യമായ രീതിയിലായിരുന്നു ഈ പ്രവൃത്തി ചെയ്തത്. പക്ഷേ അവിടെ ഒരു വിഷയം വരുന്നുണ്ട്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ, റഷ്യയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് എന്ന് പറയുന്നു. അതല്ല, മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് ചൈനയിൽ നിന്ന് ഇറാൻ വാങ്ങിയിരിക്കുന്ന സാറ്റലൈറ്റ് ചിത്രം, അതായത് ചൈനയുടെ തന്നെ ഇറാൻ്റെ തന്നെ സാറ്റലൈറ്റ്, അത് ചൈനയിൽ നിന്ന് വാങ്ങിയതായതുകൊണ്ട് ഇറാൻ്റെ തന്നെയാണ്, അവിടെ ചിത്രങ്ങളോ ഇങ്ങനെ കോൺവേ അടിസ്ഥാനത്തിൽ ചില പ്രദേശങ്ങളിലൂടെ നിരന്തരം എന്ന തരത്തിൽ വാഹനങ്ങൾ പ്രത്യക്ഷമാകുന്നത് അവർ കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ഇപ്പം ഒരു യുദ്ധ ഭീകരത അല്ലെങ്കിൽ യുദ്ധ മുഹൂർത്തം നിലനിൽക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളത് 4 വാർഡും അവരിങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. യുദ്ധമാകുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്. രാജ്യവും രാജ്യത്തിൻ്റെ പുറത്തുള്ള പ്രദേശങ്ങളും ഏത് രാജ്യവുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ആ രാജ്യത്തിൽ നിന്ന്
ഏതെങ്കിലും തരത്തിലുള്ളൊരു ആക്രമണം തങ്ങളുടെ നേരെ ഉണ്ടാകുമോ എന്നൊക്കെ നിരീക്ഷിക്കുന്ന പ്രവൃത്തിയാണ്. അങ്ങനെ ഈ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇത്തരം ഒരു കോൺവേ അടിസ്ഥാനത്തിൽ സൈനിക മാറ്റം, അതല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുന്ന ഒരു സൈനിക സംവിധാനം ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നത്. അതേക്കുറിച്ച് സമഗ്രമായ രീതിയിൽ അന്വേഷണം നടത്തി ഇറാൻ. ആ കാര്യത്തിൽ ചൈനയും സഹായിച്ചു എന്ന് പറയുന്നു. അപ്പോഴാണ് അവർക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം ലഭിച്ചത്. ഇത് ഖത്തറിലുള്ള സൈനിക ബേസ് കൂട്ടത്തോടു കൂടി മാറ്റുകയാണ്, അവിടെ സുരക്ഷിതമല്ല എന്ന് ഉറപ്പായിരിക്കുന്നു. ഖത്തർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ നിരന്തരം ആക്രമണം നടത്തുമ്പോൾ സമാനമായ രീതിയിൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രയാസം അമേരിക്കക്കുണ്ട്, സൈനികർക്കുമുണ്ട്. അതുകൊണ്ട് ആ മേഖല ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? പിന്നീട് അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു ഖത്തറിൽ നിന്ന്, ഫ്രം ഖത്തർ ടു ജോർദാൻ. അങ്ങനെ ജോർദാനിലേക്ക് എത്തുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ തന്നെ അവർ പറഞ്ഞു MQ-9 10ഓളം തകർക്കപ്പെട്ടു. MQ-9 എന്ന് പറഞ്ഞാൽ വലിയ യുദ്ധവിമാനങ്ങളാണ്. അത് 10-10നോടനുബന്ധിച്ചോ തകർക്കപ്പെട്ടിട്ടുണ്ട് ഇറാൻ എന്നുള്ളതാണ് അമേരിക്കയുടെ. അപ്പോൾ ഇറാൻ്റെ മിസൈൽ സംവിധാനം അപ്പാടെ ഉപയോഗിച്ചുകൊണ്ട് MQ-9 മാത്രമല്ല, MQ-9 എന്ന് പറയുന്ന സമയത്ത് ഡ്രോൺ സംവിധാനം പോലെയുള്ളതാണ്. പിന്നീട് F-35 യുദ്ധവിമാനം, F-16 യുദ്ധവിമാനം, അതൊക്കെ 5ാം തലമുറയിൽപ്പെട്ട ഏറ്റവും നൂതന സാങ്കേതിക സംവിധാനം കൊണ്ട് ഉപയോഗിക്കപ്പെട്ടതാണ്. അതെല്ലാം തകർക്കപ്പെട്ട ലിസ്റ്റിൽ വരുന്നു. ഇപ്പം നമ്മൾ ഈ അടുത്ത ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നത് ജോർദാന് നേരെ ആക്രമണം നടക്കുന്നു, ജോർദാൻ ആക്രമിക്കുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ ജോർദാന് നേരെ ആക്രമണം നടത്തുന്നു എന്ന് പറയുന്ന സമയത്ത് ജോർദാനിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്നതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഉദ്ദേശം ഇതാണ്. ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജോർദാനിലെ അമേരിക്കയുടെ സൈനിക ബേസ് എവിടെയും സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള ആക്രമണത്തിൻ്റെ പെരുമ നടക്കുന്നു. ഖത്തറിൽ നിന്ന് അവരെ ഒഴിവാക്കിയത് ഇറാനാണ്. ജോർദാനിൽ എത്തിച്ച സമയത്ത് അവർക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയതും ഇറാനാണ്. ഈ രണ്ട് മേഖലയും വളരെ നിർണായകമായിരിക്കുന്ന പങ്ക് ഇറാൻ വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഖത്തറിലേക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു മിസൈൽ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 40ഓളം അമേരിക്കൻ സൈനികർ അവരുടെ ടെൻറ്റിൽ നിന്ന് ഇറങ്ങി ഓടുന്നൊരു ചിത്രം വൈറലായിട്ട് ഓടിക്കൊണ്ടിരുന്നു. അത് അമേരിക്കയുടെ സൈനികർ തന്നെയാണ് അത് ചിത്രീകരിച്ചത് എന്ന് പറയുന്നു. പിന്നീട് അവർ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത് സജീവമായി. ഇത് ആദ്യത്തെ തവണയല്ല ഈ ഓട്ടം. വ്യത്യസ്ത ദിവസങ്ങളിൽ ഓട്ടം നടക്കുന്നുണ്ട്. അതിലൊരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാനിതിൽ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇതിൽ നിന്ന് മനസ്സിലാകേണ്ട കാര്യം, ഇറാഖുമായിട്ടുള്ള യുദ്ധത്തോടനുബന്ധിച്ച് അന്നത്തെ ജൂനിയർ ജോർജ് ബുഷ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളൊരിക്കലും അമേരിക്കയുടെ സൈനികരെ ആക്രമിക്കരുത്, അവർക്ക് മുൻപിൽ കീഴടങ്ങുക മാത്രമേ ചെയ്യാവൂ. നൂതനമായിരിക്കുന്ന ആയുധങ്ങൾ അവരുടെ കൈവശത്തിലുണ്ട്. നിങ്ങൾ അറസ്റ്റ് ചെയ്യാനോ ആക്രമിക്കാനോ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ നിങ്ങളെ വധിക്കുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ അമേരിക്കൻ്റെ പ്രസിഡന്റ് ആ കാലഘട്ടത്തിൽ പറഞ്ഞത് ലോകത്തിൽ ഏറ്റവും വില കൂടിയ പൗരന്മാർ അമേരിക്കക്കാരാണ്. ലോകത്തിൽ ഏറ്റവും നൂതനമായിരിക്കുന്ന ആയുധങ്ങൾ നിർമ്മിക്കുന്നതും ഉപയോഗിക്കാൻ പ്രാക്ടിക്കൽ നൽകുന്നതും അമേരിക്കയാണ്. മറ്റു ലോക രാജ്യങ്ങളിലേക്ക് തങ്ങൾ ആയുധങ്ങൾ വിൽപ്പന നടത്തുന്ന സമയത്ത് അത് ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ തോക്കുകൾ മാത്രമല്ല, അത് പീരങ്കികളുണ്ടാവും, ടാങ്കുകളുണ്ടാവും, യുദ്ധവിമാനങ്ങളുണ്ടാവും, സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് വിൽപ്പന നടത്തുന്ന സമയത്ത് അത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് അത് പ്രാക്ടിക്കലായിട്ട് അറിഞ്ഞോളണമെന്നില്ല, അത് പഠിപ്പിച്ചു കൊടുക്കുന്നതും ഞങ്ങൾ തന്നെയാണ്. സർവ്വ മേഖലയിലും ഞങ്ങളുടെ ആധിപത്യമുണ്ട്. സർവ്വ മേഖലയിലും ഞങ്ങൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്ത് ആക്രമിക്കരുത് എന്നാണ് പറഞ്ഞത്. എൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് ചുരുക്കം. ഇതായിരുന്നു യഥാർത്ഥത്തിൽ ട്രംപ് പറഞ്ഞിരുന്നത്. ലോകം അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ അവിടുത്തെ പൗരന്മാരെക്കാൾ കൂടുതൽ ശമ്പളം, അവിടുത്തെ കമ്പനിയിലൊക്കെ വലിയ ഉന്നത സ്ഥാനത്ത് മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ, സൂപ്പർവൈസർ പോലെയുള്ള ഉന്നത തസ്തികയിൽ ഏറ്റവും വലിയ ജനറൽ മാനേജർ, എക്സിക്യൂട്ടീവ് മാനേജർ, അതിൻ്റെ മേലെ എന്തെങ്കിലും പവർ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരുപാട് സ്ഥാപനങ്ങളിൽ, ഒരുപാട് കമ്പനികളുടെ ഉയർന്ന സ്ഥാനങ്ങളിൽ, പോസ്റ്റുകളിൽ അമേരിക്കൻ പൗരന്മാരുണ്ട്. അൽമറായി പാൽ കമ്പനി, അൽസാഫി പാൽ കമ്പനി, ഈ 2 കമ്പനിയിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഉന്നത ഉദ്യോഗസ്ഥനായി വന്നത് ഒരു അമേരിക്കൻ പൗരനായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് അവിടുത്തെ
സൗദിയിലെ സൗദി പൗരന്മാർ, സൗദിയിലെ ആ സ്ഥാനത്തിരിക്കുന്ന പൗരന്മാരിൽ ഏറ്റവും കൂടുതൽ ശമ്പളം ഈ അമേരിക്കൻ പൗരനാണ് ലഭിക്കുന്നത്. അത് ചില സമയത്തൊക്കെ അതിൻ്റെ സാലറി സ്ലിപ്പ് നോക്കിയാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോവും. അത് മറായിലും അങ്ങനെ തന്നെയാണ്, അൽസാഫിലും അങ്ങനെ തന്നെയാണ്. ഇവരെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർ ഒരുപക്ഷെ ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 പ്രാവശ്യമോ കമ്പനിയിലേക്കൊന്ന് വിസിറ്റ് ചെയ്യും, മൊത്തത്തിലൊന്ന് നിരീക്ഷിക്കും. അതിൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച്, അത് ജനറൽ മാനേജർ, അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് മാനേജർ, സൂപ്പർവൈസർ പോലെ തസ്തികയിലുള്ള ആളുകൾ അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇദ്ദേഹത്തിനൊരു മെമ്മോറാണ്ടം സമർപ്പിക്കുന്ന പോലെ എന്തെങ്കിലും വിവരങ്ങളൊക്കെ അവരുമായിട്ടൊന്ന് കൂടിക്കാഴ്ച നടത്തുന്ന പ്രവൃത്തി മാത്രമേ ഉള്ളൂ. അരമണിക്കൂർ, 1 മണിക്കൂർ, ഒരു മാസത്തിൽ 1-2 പ്രാവശ്യം മാത്രം, ഒരുപക്ഷെ 2 മാസത്തിൽ 1 പ്രാവശ്യമായിരിക്കും. അതിന് ഭയങ്കരമായിരിക്കുന്ന ശമ്പളം വാങ്ങുന്നു. അത് ശമ്പളം വാങ്ങുക എന്ന് പറഞ്ഞാൽ ലോകാടിസ്ഥാനത്തിൽ അമേരിക്കയുടെ പൗരന്മാർക്ക് അമേരിക്ക ഇട്ടിരിക്കുന്ന വില തന്നെയാണത്. ഇൻഷുറൻസ് പോളിസി ആയിട്ട് നോക്കുന്ന സമയത്ത് ഒരു വിദേശ രാജ്യത്തിലെ, അതായത് അറേബ്യൻ രാജ്യത്തിലെ ഒരു പൗരൻ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷയും അദ്ദേഹത്തിന് ലഭിക്കുന്ന ഇൻഷുറൻസ്, അതായത് ബന്ധുക്കൾക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ് സംഖ്യയും അമേരിക്കൻ പൗരൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഇൻഷുറൻസ് സംഖ്യ തമ്മിൽ വലിയ അന്തരമുണ്ട്, ചെറിയ അന്തരമൊന്നുമില്ല. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിലെ പൗരൻ തന്നെയാണ് ഏറ്റവും മികച്ചത്. അത് അമേരിക്കൻ, ബ്രിട്ടൻ പൗരന്മാരൊക്കെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 2ാം കിട പൗരന്മാർ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന. പരമാവധി രാജ്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ചില രാജ്യങ്ങളിൽ നേരെ തിരിച്ചാണ്. അമേരിക്ക ആ രീതിയിൽ അതിനെ സംവിധാനിച്ചിരിക്കുന്നു എന്ന്. ചേരിചേരാ നയങ്ങളൊക്കെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തുണ്ടെങ്കിലും നമ്മൾ സോവിയറ്റ് യൂണിയനുമായിട്ടായിരുന്നു കുറച്ചുകൂടി ചേർന്ന് നിന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് അവർക്ക് നമ്മളത്തെ കഴിച്ചിരുന്നതിന് ശേഷം മാത്രമേ മറ്റൊരു പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അംഗീകാരം നൽകിയിരുന്നു എന്നുള്ളതും കൃത്യമാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് അതിൻ്റെ ആ പറയപ്പെട്ട കാര്യത്തിൻ്റെ ചുവരുകൾ, മതിലുകൾ ഇറാൻ ഇടിച്ച് തകർത്തു, ഇടിച്ച് നികത്തി എന്നൊക്കെ പറയാം. അതോടുകൂടിയിട്ട് എന്തായി, അമേരിക്കക്ക് ഇത്രേ വിലയുള്ളൂ എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തു. അത് പിന്നീട് അമേരിക്കക്കും ബോധ്യമായി ഞങ്ങൾക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ഇപ്പോഴത്തെ ഒരവസ്ഥ നോക്കുന്ന സമയത്ത് അവർ സുരക്ഷിത ഇടം തേടി ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പറന്ന് നടക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഖത്തറിൽ നിന്ന് അവർ കൂട്ടമായിരിക്കുന്ന പിന്മാറ്റത്തെ തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.